ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു പ്രണവം. നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷ സംബന്ധമായ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ഡോക്ടർ കെ വി സുഭാഷ് ചന്ദ്രി അവറുകളാണ്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. സാർ, ഈ വീടുകളിലൊക്കെ പൂജ മുറി വയ്ക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ദേവൻ്റെയും ദേവിയുടെയും പ്രതിമകളോ അതുപോലെ തന്നെ ഫോട്ടോയൊക്കെ കൊണ്ടുവയ്ക്കും. അപ്പോൾ അത് പടിഞ്ഞാറോട്ട് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ദോഷമാണെന്ന് പറയുന്നു. ആണോ സാർ? നമ്മളെപ്പോഴും അറിയേണ്ട കാര്യം, ദേവ ഫോട്ടോകൾ എങ്ങോട്ട് തിരിച്ചു വെക്കണം, അതാണ് ഇന്നത്തെ ചർച്ചയിലേക്ക് വരുന്നത്. അപ്പോൾ ചില ആചാര്യന്മാർ പറയുന്നതാണ് പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കാൻ പാടില്ല. നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ദേവ ഫോട്ടോകൾ ഒന്നുകിൽ കിഴക്കോട്ട് തിരിച്ചു വയ്ക്കണം, അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കണം. അല്ലാതെ പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കാൻ പാടില്ല എന്നൊരിക്കലും പറയാൻ പാടില്ല. അതിൻ്റെ കാരണം പല ക്ഷേത്രങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദേവതകളെല്ലാം കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ അപൂർവമായിട്ട് ചില ദേവതകൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഈ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ദേവതകൾക്കെല്ലാം ശക്തി കൂടുതലാണ് എന്നാണ് വിശ്വാസം. അതായത് മുരുകൻ പടിഞ്ഞാറോട്ടാണ് തിരിഞ്ഞിരിക്കുന്നതെങ്കിൽ ആ ദേവതയ്ക്ക് ശക്തി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ, ഇപ്പോൾ നമ്മൾ പൂജാമുറി വെച്ചിട്ടുണ്ട്, പൂമുഖത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൂമുഖമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പൂജാമുറി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ വീട്ടിലേക്ക് പടിഞ്ഞാറോട്ടാണ് ദർശനമെങ്കിൽ, ആ പൂജാമുറിയുടെ ദർശനം പടിഞ്ഞാറോട്ടാണെങ്കിൽ, അതേപോലെ വീടിൻ്റെ പൂമുഖത്തിൻ്റെ ദർശനം അങ്ങനെയാണെങ്കിൽ, നമ്മൾ ഫോട്ടോ വയ്ക്കുന്ന ആ ഒരു സൗകര്യം പടിഞ്ഞാറോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പടിഞ്ഞാറോട്ട് തന്നെ തിരിച്ചു വയ്ക്കണം. ദേവ ഫോട്ടോകൾ ഒരിക്കലും തെക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പാടില്ല, കിഴക്കോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കണം. അതേപോലെ മരണപ്പെട്ടവരുടെ ഫോട്ടോകൾ ഒരു കാരണവശാലും വടക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പാടില്ല, അത് തെക്കോട്ട് മാത്രമേ തിരിച്ചു വയ്ക്കാവൂ. അതേപോലെ ദേവതകളുടെ ഫോട്ടോയുടെ ഇടയിൽ വയ്ക്കാൻ പാടില്ല. ഇത് തന്നെ ചില മിടുക്കന്മാർ കമൻ്റ് ഇടാറുണ്ട്, അച്ഛൻ്റെ അമ്മയുടെയും ഫോട്ടോ ഈ ദേവന്മാരുടെ ഇടയിൽ കൊണ്ട് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞു എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് മനുഷ്യനായി ജനിച്ച് മരിച്ച ഒരാളുടെ ഫോട്ടോയും ദേവ ഫോട്ടോകളുടെ ഇടയിൽ വെക്കരുത്. അപ്പോൾ ഇവിടെ ചിലർക്ക് സംശയം ഉണ്ടാവും, കൃഷ്ണൻ അവതരിച്ചിട്ടുണ്ട്, മനുഷ്യനായിട്ടാണ് അവതരിച്ചു വന്നത്, അപ്പോൾ ഭഗവാൻ മരിച്ചില്ല എന്നാണ് ചോദിക്കുക. അതേപോലെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനൊക്കെ മനുഷ്യരായിട്ട് ജനിച്ചു വന്നു, ഇവരൊക്കെ മരിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കൃഷ്ണൻ ജനിച്ച് കൃഷ്ണൻ്റെ അവസാനം പറയുന്നത് ഒരു മരച്ചുവട്ടിൽ ധ്യാനനിമഗ്നായിരിക്കുമ്പോൾ വേടൻ്റെ അമ്പ് കാലിൻ്റെ ചെറുവിരലിലാണ് കൊള്ളുന്നത്, ചെറുവിരലിൽ കൊണ്ട് അങ്ങനെ ദേഹത്യാഗം ചെയ്യാണ്. അതൊരു നിമിത്തം ആകണം, അതുകൊണ്ട് മാത്രമാണ് അവിടെ ഭഗവാൻ അവിടെ ആ ദേഹത്യാഗം സംഭവിക്കുന്നത്. അതേപോലെ ശ്രീരാമലക്ഷ്മണന്മാർ സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്യുന്നതായിട്ടാണ് പുരാണം പറയുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, മനുഷ്യനായിട്ട് ജനിച്ചു മരിച്ച ഒരാളുടെ ഫോട്ടോ ദേവ ഫോട്ടോകളുടെ ഇടയിൽ കൊണ്ടുവയ്ക്കരുത്. നമ്മളൊരു ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് നമ്മളതൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ പോസിറ്റീവ് എനർജിയുടെ ഇടയിൽ നമ്മൾ മരിച്ച ആളുടെ ആ ഒരു ഫോട്ടോ കൊണ്ടുവയ്ക്കുന്നത് അത് പ്രേതമാണ്. അപ്പോൾ നമുക്ക് തന്നെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ദേവപ്രശ്നം വെച്ചിട്ട് അവിടെ ദേവന് പാതിയിൽ പ്രേതം വന്നെന്ന സാധനം പറയുന്നത്. അപ്പോൾ പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ, ഈ സന്താനങ്ങൾ കൃത്യമായിട്ട് ബലിയിടാണ്ടിരിക്കുമ്പോൾ അങ്ങനെ ആ ബലിയിടാതെ നടക്കുന്ന പിതൃക്കൾ അലഞ്ഞിരിഞ്ഞ് ഈ ദേവതയ്ക്ക് ബാധയായിട്ട് വരികയാണ്. അങ്ങനെ ആ ദേവന് വയ്ക്കുന്ന നിവേദ്യമൊക്കെ ഈ പ്രേതങ്ങളെല്ലാം കൂടി സേവിച്ച് അങ്ങനെ ഭഗവാന്റെ ശക്തി കുറയുമ്പോഴാണ് ദേവപ്രശ്നം വയ്ക്കുന്നത്. അങ്ങനെ ദേവപ്രശ്നം വെച്ച് കഴിയുമ്പോൾ ഈ പ്രേതങ്ങളെയാണ് കൂടുതൽ ആവാഹിച്ച് കളയുന്നത്. അപ്പോഴും അവിടെ ആ പ്രേതങ്ങളെ ഈ ചൈതന്യത്തിൽ നിന്ന് അവിടെ ആവാഹിച്ച് കളയുന്നുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് മണ്ടത്തനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നം വയ്ക്കുന്നത്? ദേവപ്രശ്നം വെച്ചിട്ട് എന്തിനാണ് ഈ പ്രേതാവാഹനം നടത്തുന്നത്? അപ്പോൾ ഈ പ്രേതവേർപാട് നടത്തുന്നത് എന്തിനാണ്? അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും നമ്മൾ പറയുന്നത് മണ്ടത്തരം എന്ന് വിമർശിക്കുന്നവരോട് തിരിച്ചുള്ള ചോദ്യമാണ്, നിങ്ങൾ ഹിന്ദുക്കളാണെങ്കിൽ അല്ലെങ്കിൽ ഹൈന്ദവം അറിയാവുന്നവരാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ദേവപ്രശ്നം നടത്തുന്നുണ്ട്. ദേവപ്രശ്നം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ബാധയിൽ വരുന്നതെല്ലാം പ്രേതങ്ങളെ തന്നെയാണ് കാണിക്കുന്നത്. ഈ പ്രേതങ്ങളെല്ലാം പ്രേതവേർപാട് എന്നുള്ള ഒരു ചടങ്ങ് അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പ്രേതവേർപാട് നടത്തുന്നത്? ആ ദേവൻ്റെ കൂടെ അങ്ങ് ഇരുന്നോട്ടെ എന്ന് എഴുതിയ പോരെ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ദേവൻ്റെ ചൈതന്യത്തിന് ബലക്ഷയം ഉണ്ടാവാൻ പാടില്ല. നാട് സംരക്ഷിക്കണം, നമ്മളെ സംരക്ഷിക്കണം, അതിനുവേണ്ടി ദേവൻ്റെ ശക്തി വർദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കണക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദേവന്മാരെ തനിയിരുത്തണം. അല്ലാതെ കൊണ്ട് ഒരു കാരണവശാലും നമ്മളുടെ പാരൻസിൻ്റെ ഫോട്ടോ ഒന്നും അതിൻ്റെ ഇടയിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല. അതേപോലെ മരിച്ചവരുടെ ഫോട്ടോ തെക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പറയുന്നത് തന്നെ നമ്മൾ ബലികർമാദികൾ ചെയ്യുന്നത് പോലും തെക്കോട്ട് തിരിഞ്ഞ് നിന്നാണ് ചെയ്യാൻ പറയുന്നത്.
തെക്ക് എന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക്, അതായത് ഏറ്റവും നെഗറ്റീവ് പ്ലേസ് ആയിട്ട് കണക്കൂട്ടുന്നത്. ഇത് എന്തുകൊണ്ട് മരിച്ച മനുഷ്യരുടെ ഫോട്ടോ വടക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ കുബേരൻ്റെ ദിക്ക് വടക്കാണ്. അപ്പോൾ കുബേരരശ്മികൾ നമ്മുടെ ഭവനത്തിലേക്ക് പതിക്കുമ്പോൾ അത് നമ്മുടെ പിതൃരശ്മികൾ കൊണ്ട് തടുത്ത് നമുക്ക് വരുന്ന ഐശ്വര്യം ഒരിക്കലും ഇല്ലാതാക്കരുത്. നമ്മളെല്ലാത്തിനും ഒരു കാരണം പറയുന്നുണ്ട്. തെക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പറയുന്നത് നമ്മളുടെ പിതൃ നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തെക്കോട്ട് തിരിച്ചു വയ്ക്കാനാണ് പറയുന്നത്. അല്ലാതെ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറയാണ്ടായിരുന്നു, നമ്മളുടെ മാതാപിതാക്കൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഭൂമുഖത്ത് തന്നെ വയ്ക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ അതിലൊരു പ്ലാസ്റ്റിക് മാല ചാർത്താനാണ് പറയുന്നത്. അപ്പോൾ ചില വിദ്വാൻമാർ പറയുന്നത് ഞങ്ങളിങ്ങനെ മണമുള്ള പുഷ്പങ്ങൾ തന്നെ ചെയ്യും, അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് അവിടെ ആ ഒരു ചൈതന്യം വരാൻ പാടില്ല. നമ്മൾ നമ്മുടെ പിതൃവിന് ബലിയിടുമ്പോൾ മാത്രമേ നമ്മുടെ പ്രൊട്ടക്ഷന് വരാൻ പാടുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ആ ഫോട്ടോയിൽ അങ്ങനെ ഒരു ചൈതന്യം വന്നിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ അരുത് എന്ന് പറയുന്നത്. ഇതേപോലെ ചിലർ പറയാറുണ്ട് മരിച്ചു കഴിയുമ്പോൾ റീത്ത് സമർപ്പിക്കുന്ന കാര്യമൊക്കെ പറയാറുണ്ട്. ഹൈന്ദവ വിശ്വാസ പ്രകാരം റീത്ത് സമർപ്പിക്കലില്ല. ഇവിടെ പൂമാലയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പട്ട് ചാർത്തും. അല്ലാതെ കണ്ട് ഈ റീത്ത് എന്ന് പറയുന്നതെല്ലാം ഒരു ക്രൈസ്തവ സംസ്കാരമാണ്, ക്രൈസ്തവ ആചാരമാണ്, അല്ലാതെ ഹൈന്ദവ ആചാരമല്ല. അപ്പോൾ അതുപോലും വിമർശിക്കുന്ന മിടുക്കന്മാരൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഹൈന്ദവ രീതിയിൽ എപ്പോഴും മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ, ഹൈന്ദവർ മരിച്ചു കഴിഞ്ഞാൽ പൂമാലയാണ്, ആ ബോഡിയുടെ അളവനുസരിച്ചുള്ള വലിപ്പത്തിലുള്ള ഒരു പൂമാല ധരിപ്പിക്കും. അതല്ലെങ്കിൽ ചുവന്ന പട്ട് അല്ലെങ്കിൽ മഞ്ഞപ്പട്ടാണ് വിരിക്കുന്നത്. അല്ലാതെ കണ്ട് റീത്തല്ല. റീത്ത് കൊടുക്കുന്നതെല്ലാം ക്രൈസ്തവർക്കുള്ളതാണ്. നമ്മൾ കോപ്പി അടിച്ച് എല്ലാം ക്രൈസ്തവീകരിച്ചു. ഇനി മുതൽ നിങ്ങളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ തലയ്ക്കകത്തും കാൽക്കലും കൊണ്ട് കുരിശും കൂടി കുത്തിക്കോ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഈ പറഞ്ഞതെല്ലാം വിമർശിച്ചു എന്നുള്ളൊരു തോന്നൽ വേണ്ട. നമുക്ക് എല്ലാ ആചാരങ്ങളും, നമ്മളുടെ ഹൈന്ദവ ആചാരങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് നമുക്ക് എല്ലാം ക്രൈസ്തവ ആചാരങ്ങളിലേക്ക് പോകാം. എന്നിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ട് ഇരുന്നാൽ മതി. ആർഷഭാരത സംസ്കാരമാണ്, നമ്മുടെ സംസ്കാരം ഏറ്റവും ശ്രേഷ്ഠമാണെന്നൊക്കെ പറയുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്യാൻ കൂടി മറക്കരുത്. ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമുക്ക് നമ്മുടെ ദേവ ഫോട്ടോകൾ ഭവനങ്ങളിൽ പടിഞ്ഞാറോട്ട് തിരിച്ചു വയ്ക്കാം, കിഴക്കോട്ട് തിരിച്ചു വയ്ക്കാം. അല്ലാതെ കണ്ടിട്ട് പടിഞ്ഞാട്ട് തിരിച്ചു വെച്ചൊന്നും എഴുതിയിട്ടൊന്നും യാതൊരു ദോഷമില്ല. നമുക്ക് പടിഞ്ഞാട്ട് തിരിഞ്ഞിരുന്നാൽ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണം. അതേപോലെ കിഴക്കോട്ട് തിരിച്ചാണ് വെച്ചതെങ്കിൽ നമ്മൾ അഭിമുഖമായിട്ടിരിക്കണം. അങ്ങനെ ഇരുന്നിട്ടാണ് പ്രാർത്ഥന നടത്തേണ്ടത്. അപ്പോൾ ഫോട്ടോകൾ വെക്കുന്നതിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പറഞ്ഞ രണ്ട് ദിക്കുകളും നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്. അല്ലാതെ കണ്ടിട്ട് തെക്കോട്ട് തിരിച്ചു വയ്ക്കാൻ പറയുന്നില്ല. കാരണം തെക്കോട്ടെന്ന് പറഞ്ഞാൽ മരിച്ചവർക്കുള്ളൊരു ദിക്കും അതുകൂടാതെ ഗുരുവിനുള്ള ദിക്കും കൂടിയാണ്. ഗുരു ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് തന്നെ തെക്ക് ദിക്കാണ്. അപ്പോൾ അതും നമ്മൾ പറയുന്നുണ്ട്. നമ്മളെപ്പോഴും അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞു തന്നെ ഇരിക്കണം. അല്ലാതെ കണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പലരും വരുമ്പോൾ പറയാറുണ്ട്, 60 വയസ്സ് 65 വയസ്സ് 70 വയസ്സുള്ളവരൊക്കെ വരുമ്പോൾ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരോട് പറയുന്നത് അറിവില്ലായ്മ അറിവായിട്ട് കൊണ്ട് നടന്നിട്ട് അത് അറിയില്ല എന്ന് മാത്രം പറയരുത്. നമുക്ക് നമ്മുടെ ജീവിതം പിന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കണം. ഇങ്ങനെയുള്ള അറിവുകൾ ഈശ്വരൻ എവിടെ നിന്ന് തരും, ആ കിട്ടുന്ന അറിവുകൾ പ്രയോജനപ്പെടുത്തി ജീവിതം മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം. ലേഡീസ് അവറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ, ഇന്നത്തെ ദിവസം ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രിസ്തീയർ മാത്രമല്ല, ശരിക്കും പരിത്യാഗത്തിൻ്റെയും ഈ ഒരു സഹനത്തിൻ്റെയും എല്ലാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ഒരു വ്രതശുദ്ധിയുടെ നാളുകൾ കടന്നു പോകുമ്പോൾ നമ്മൾ എന്തെല്ലാമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിൻ്റെ എല്ലാം തെറ്റുകളാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്, എന്നാൽ നമ്മൾ അത് എങ്ങനെയാണ് തുടച്ചു നീക്കേണ്ടത്, നമ്മൾ അനുഭവിക്കാത്ത വേദനകളും അനുഭവിക്കേണ്ട വരുന്ന വേദനകളും എല്ലാം നമ്മളിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ക്ലെൻസിങ് പ്രോസസ്സായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ദുഃഖവെള്ളി എന്ന് പറയുന്നത് ഈസ്റ്ററിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. വരാനിരിക്കുന്ന നല്ലൊരു ദിവസത്തിൻ്റെ, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ദിവസമാണ്, ഞായറാഴ്ചയാണ്. അതുകൊണ്ട് ഈസ്റ്റർ ദിനാശംസകൾ അഡ്വാൻസായി നേർന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട പറയുകയാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.